നമുക്കിന്ന് ബേബിക്കോൺ വെച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ബേബിക്കോൺ ഫ്രൈ തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സ്നാക്സ് ആയിട്ടും അതുപോലെ പാർട്ടിയൊക്കെ നടത്തുമ്പോൾ ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ബേബിക്കോൺ ഫ്രൈ തയ്യാറാക്കാൻ 200 ഗ്രാം ബേബിക്കോൺ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയതിന് ശേഷം 4 കട്ട് ചെയ്യാം. കട്ട് ചെയ്യാതെ മുഴുവനായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. എന്നാൽ കട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത്. എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പത്തിരി, ഇടിയപ്പം ഒക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്. ഇതെല്ലാം ഒരു ബൗളിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒട്ടും കട്ടകളില്ലാതെ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ ആക്കണം. ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. മാവ് തയ്യാറാക്കിയതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബേബിക്കോൺ ഈ മാവിലേക്കിട്ട് മിക്സ് ചെയ്യണം. ബേബിക്കോണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ബാറ്റർ ആവുന്ന തരത്തിൽ മിക്സ് ചെയ്യണം. കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബേബിക്കോണിൻ്റെ എല്ലാ ഭാഗത്തേക്കും മാവ് കോട്ടായിട്ടുണ്ട്. ഇനി ഓരോ കോണെടുത്ത് ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യണം. 4 ബ്രെഡ് സ്ലൈസ് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതുപോലെ എല്ലാ കോൺ പീസുകളും ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യണം. ബേബിക്കോൺ എല്ലാം ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തതിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായി മൊരിഞ്ഞു വന്നാൽ എണ്ണയിൽ നിന്നും കോരി ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടവലിലേക്കോ മാറ്റാം. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ നമുക്ക് ഈ ബേബിക്കോൺ ഫ്രൈ സെർവ് ചെയ്യാം. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്